ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ്, അതിൻ്റെ നേരെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രയലാണ്. അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ഓർഡർ, പ്രയോറിറ്റി ഓർഡർ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്. ഇനിയും പല വിദ്യാർത്ഥികളുടെ സംശയമായിരിക്കും, എനിക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളത്. 99% ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കിട്ടിയ കുട്ടികൾക്കാണെങ്കിൽ അത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു 95%ഓളം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഇതിന് മാറ്റം വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ്, കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി കൊടുത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം, പിന്നെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജുകൾ ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. പക്ഷേ പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല, ഒരു കേസ് ഒഴികെ. അതായത് ഇപ്പം നമ്മുടെ കോളേജ് ലിസ്റ്റിലേക്ക് അപ്രൂവ് ചെയ്ത പുതിയ കോളേജുകൾ വരികയാണെങ്കിൽ ആ പുതിയ കോളേജുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുതിയ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കോളേജ് ലിസ്റ്റിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന എഡിറ്റ് ഓപ്ഷനിൽ നിലവിൽ നിങ്ങളുടെ കോളേജ് ലിസ്റ്റിലുള്ള കോളേജുകൾ നിങ്ങൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുക്കാത്ത കോളേജുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും. അതായത് ഗവൺമെൻറ് എയ്ഡിൽ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 25000 രൂപയോളം നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എത്രാമത്തെ ഓപ്ഷനാണോ ലഭിച്ചിരിക്കുന്നത് ആ ഓപ്ഷന് താഴോട്ടുള്ള ഓപ്ഷൻസിലുള്ള ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു 5ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് 7ാമത്തെ, നിങ്ങളുടെ ഒരു ലിസ്റ്റിലെ 7ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 7ാമത്തെ ഓപ്ഷൻ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 3ാമത്തെ ഓപ്ഷനായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു 4ാമത്തെ ഓപ്ഷനായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ എത്രാമത്തെ ഓപ്ഷനാണോ ലഭിക്കുന്നത് ആ ഓപ്ഷന് താഴോട്ടുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസലായി പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ സെയിം 5ാമത്തെ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് വിചാരിക്കുക. അന്നേരം 6 മുതൽ നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ക്യാൻസലായി പോകും. പിന്നെ 1 മുതൽ 5 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ട്രയലിൽ കിട്ടിയ അലോട്ട്മെൻറ്റിന് താഴോട്ടുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ കോളേജുകൾ, കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് റാങ്ക് പിന്നിലോട്ടുള്ള കുട്ടികളൊക്കെയാണ്. നിങ്ങൾക്കിപ്പം ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചാൽ മതി എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഫീസ് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫീസ് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിലുള്ള എഡിറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് ലാസ്റ്റ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയോ ഡിലീറ്റ് ചെയ്ത് കളയോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ആ ഒരു കോളേജ് വേണ്ട എങ്കിൽ നിങ്ങൾ ഏത് കോളേജാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കോളേജ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. ഓക്കെ, കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്രയലിൽ കിട്ടിയ സെയിം കോളേജ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്